പ്രണവ് ഇൻഡസ്ട്രീസ് എന്ന പേരിൽ വളരെ അപൂർവമായി കാണുന്ന ഒരു ചെറിയ എൻജിനീയറിംഗ് ബിസിനസ് നടത്തിയാണ് ഇദ്ദേഹം. അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നമസ്കാരം, സ്വാഗതം സാർ. ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ വന്നിട്ട് ജനലിൻ്റെ കുറ്റിയും കൊടുത്ത് ഉണ്ടാക്കുക, അതേ ഉള്ളൂ. പിന്നെ വന്നിട്ട് അതിൻ്റെ അകത്ത് സ്ക്രൂ ടൈപ്പ് ഉണ്ട്. ഇതിൻ്റെ ഓപ്പറേറ്റ് മൊത്തം ഞാനാണ് ചെയ്യുന്നത്. ജോലിക്കാർ തന്നെ ലേഡീസുകൾ മാത്രമേ ഉള്ളൂ. അവർ വന്നിട്ട് പോളിഷ് ചെയ്യാനും മറ്റേ ഇത് ചെയ്യാനും മാത്രമേ അവർ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി എൻ്റെ അവർ മെഷീനെടുത്ത് നിർത്തത്തില്ല, നമ്മളെ നോക്കുന്നു. ഇതായിരിക്കും ആദ്യം വരുന്നത്. പിന്നെ ത്രെഡായി വരും. അത്രയേ ഉള്ളൂ ഇതിനകത്ത് വേണം. ഇങ്ങനെ ഒരു ഇത് ബിസിനസ് തുടങ്ങാൻ എന്താ കാര്യം? അല്ല, ഞാൻ നേരത്തെ ഈ കമ്പനിയിലായിരുന്നു, ഇതുപോലെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എവിടെയായിരുന്നു? ഇവിടെ പാലക്കാടായിരുന്നു. പിന്നെ എറണാകുളത്ത് ജോലി ചെയ്യായിരുന്നു. 2 യൂണിറ്റ് വേറെയാണ്, ബോൾട്ട് നെറ്റ് സ്ക്രൂ ഉണ്ടാക്കുന്ന. പിന്നെ എനിക്ക് ആ ജോലി ആയതുകൊണ്ട് മോന് ഗൾഫിലുള്ളപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് ഗൾഫിൽ നിൽക്കാനൊക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ ഒരു സ്ഥാപനം തുടങ്ങി. ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷം? 10 കൊല്ലമായി. 10 കൊല്ലമായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഞാൻ ജോലി ചെയ്യുന്നുകൊണ്ട് വേറെ ആൾക്കാരെ ജോലി വെച്ചാൽ കിട്ടത്തില്ല. എന്തായാലും ഈ ജോലിക്കാർ കിട്ടത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും ഈ ഐറ്റങ്ങൾ ആരും ചെയ്യത്തുമില്ല. ഈ ഐറ്റം ആരും ചെയ്യുന്നില്ല, ഇവിടെ ചെയ്യുന്നില്ല. വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഒരു ബെനിഫിറ്റ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്, പക്ഷേ ഇതുവരെ കറണ്ട് കിട്ടിയിട്ടില്ല. എല്ലാ വർഷവും 4500 അടിച്ചുകൊണ്ടിരിക്കുക. അവർ പറയുന്നത് വാടക കൊടുത്ത് എന്താ ചെയ്യാൻ? അപ്പോൾ നമുക്ക് അവിടെ കറണ്ട് കിട്ടാത്ത എന്താണെന്ന് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിച്ചപ്പോൾ പറയുന്നത് നിങ്ങൾ എടുക്കണ്ട, കറണ്ട് കിട്ടും, നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്ന് സ്ട്രീറ്റ് ലൈറ്റ് മാത്രമാണ്, ഒരു ലൈനും സ്ട്രീറ്റ് ലൈറ്റ്. എനിക്ക് 3 ഫേസ് ലൈനാണ്. ഇത് മോട്ടർ ഓടുന്നെങ്കിൽ എനിക്ക് 3 ഫേസ് വേണം. 3 ഫേസിലേക്ക് ഓടത്തില്ല. അങ്ങനത്തെ അങ്ങനെ നിൽക്കുകയാണ്. ഇതിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ട് ഇത് റോ മെറ്റീരിയൽ. എന്തായാലും റോ മെറ്റീരിയൽ SS-ന്റെ റോ മെറ്റീരിയൽ. SS-ന്റെ കമ്പിയാണ്. ഈ കമ്പിയാണ് നമ്മുടെ ഇതിന് വരുന്ന അസംസ്കൃത വസ്തു. അതെ, ഇതാ. ഇത് കൊണ്ടുവന്ന് നമ്മൾ ആ വലിയ മെഷീനിൽ ഓടിച്ച് പിന്നെ ഇങ്ങനെ എടുക്കുന്നേ ഉള്ളൂ. അതിനകത്ത് എല്ലാ സൈസും അതിനകത്ത് ഓടിക്കുന്നു. ഇത് മുതൽ 6 ഇഞ്ച് ലെങ്ത് വരെ അതിലാണ് ഓടിക്കുന്നത്. കൊളുത്തൊക്കെ അതിനകത്ത് അടിക്കുന്നു. എന്നിട്ട് അതിന് എടുത്ത് പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്യുമ്പോൾ ഈ കളറാവും. പിന്നെ ഇത് സ്ക്രൂ ഇതിന് ത്രെഡ് ആക്കും. അവിടെ ആ മെഷീൻ വെച്ച് ത്രെഡ് ആക്കും. പിന്നെ അത് ഡ്രമ്മിലിട്ട് പോളിഷ് ചെയ്യും. പോളിഷ് ചെയ്താൽ അതിൻ്റെ ഈ വെള്ളമയം മാറണ്ടേ, പോളിഷ് ചെയ്യും. പിന്നെ പാക്കിങ്. ഇത് സുലഭമായിട്ട് കിട്ടുമോ? ഇത് ഇവിടെ കിട്ടത്തില്ല, കേരളത്തിലില്ല. ചെന്നൈയിൽ നിന്നാണ് വരുന്നത്. അത് ആവശ്യത്തിന് കിട്ടൂലേ? നമുക്ക് വിളിച്ച് പറയുമ്പോൾ എടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ 10-12 വയസ്സ് അവരെ സപ്ലൈ ചെയ്യും. ഇതിന് കിലോയ്ക്ക് എന്താ വില? ഇത് വന്നിട്ട് 128 രൂപ. 128 കിലോഗ്രാമിന്. ഇത് SS-ന്റെ SS 202 ഗ്രേഡ് SS-ന്റെ. ഇത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ അസംബ്ലി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കുറ്റിയും കൊളുത്തും അതുപോലുള്ള സാധനങ്ങളെല്ലാം. ഇത് ഇതിനിപ്പോൾ ഇവിടെ കുറേ മെഷീനറി സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലേ? കുറേ മെഷീനറി ഉണ്ട്. ഫുള്ളി മെക്കനൈസ്ഡ് ആണിത്. മെക്കനൈസ്ഡ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തൊക്കെ മെഷീനാണെന്നൊന്ന് ലിസ്റ്റ് ചെയ്ത് പറയാമോ? ഇത് വന്നിട്ട് ത്രെഡ് കട്ടിംഗ് മെഷീൻ. ത്രെഡ് കട്ടിംഗ് മെഷീൻ. അത് വന്നിട്ട് ബെൻഡിങ് മെഷീൻ. ബെൻഡിങ് മെഷീൻ. അത് ബെൻഡിങ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇത് ത്രെഡ് ചെയ്യുന്ന, ഇത് ത്രെഡ് റോളിങ്. ഇങ്ങനത്തെ മെഷീനുകളായിരിക്കുന്നത്. പിന്നെ അപ്പുറത്തിരിക്കുന്ന പോളിഷ് ഡ്രം. അത് ഡ്രം നമ്മുടെ ഈ ഓയിൽ എടുക്കാൻ വേണ്ടി, ഈ കളറാക്കാൻ വേണ്ടി നമ്മൾ എടുക്കുക. ആദ്യം കണ്ടല്ലേ കളർ, ആ കളർ ഈ കളറാവും. അതാ ഇതിൻ്റെ മെഷീൻ. അങ്ങനെ പിന്നെ നമ്മൾ കെമിക്കലൊന്നുമില്ല, ഇതിനകത്ത് പൊല്യൂഷനൊന്നുമില്ല. ഇത് ഓൺലി ഓയിൽ എടുക്കുന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് സ്വന്തം സ്ഥലമാണോ? അല്ല, ഇത് വാടകയ്ക്കാണ്. ഇത് വാടകയ്ക്കാണ്. അവിടെ സ്വന്തം സ്ഥലം. അവിടെ കറണ്ട് കിട്ടിയില്ല. ഇവിടെ എത്ര രൂപയ്ക്ക് വന്നിട്ടുണ്ട് ഈ മെഷീനറി മൊത്തം? മെഷീനറി വന്നിട്ട് നമ്മൾ ലോണൊന്നും ഇല്ല കേട്ടോ. ക്യാഷ് കൊടുത്ത് എടുത്തതാണ്. ഇപ്പം നമ്മളിത് എടുക്കണമെങ്കിൽ ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും വേണം. 20 ലക്ഷം രൂപയെങ്കിലും വേണം ഇപ്പോൾ എടുക്കണമെങ്കിൽ. എടുത്തിട്ട് നമ്മൾ 10 കൊല്ലമായിരിക്കും. 10 കൊല്ലം മുമ്പൊക്കെ നമ്മൾ അന്ന് എടുത്തിട്ട് മെഷീൻ ഒന്നുമല്ല, നമ്മൾ എടുത്തിട്ട് റെഡിയാക്കിയതാണ്. വേറെ ജോലിക്കാർ എത്ര പേരുണ്ട്? ഇപ്പോൾ 3 പേരുണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ വന്ന് വൈകുന്നേരം ആയതുകൊണ്ട് അവർ പോയി 5 മണിയാകുമ്പോൾ പോകും. ഓക്കെ. ഇതിൽ എത്ര രൂപ? ഇതിന്റെ വിൽപ്പന എവിടെയാണ്? വിൽപ്പന വന്നിട്ട് ലോക്കലാണ്. ഹാർഡ്വെയർ ഷോപ്പുകളാണ്. വേറെ എവിടെ പോകാൻ ഹാർഡ്വെയർ ഷോപ്പ്. പിന്നെ ഇതിന് വന്നിട്ട് നമുക്ക് മെയിനായിട്ട് വന്നിട്ട് കുറേ ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. അവരിപ്പോൾ എടുക്കുന്നില്ല. ഇപ്പോൾ കച്ചവടം കുറവാണ്, എടുക്കുന്നില്ല. ശരി. ഞാനിപ്പോൾ എത്ര പ്രാവശ്യം വിളിക്കുന്നു.
ഇപ്പൊ നേരത്തെയൊക്കെ എത്രയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു? നമുക്ക് നമ്മുടെ ഒരു ലെവലിൽ എല്ലാവർക്കും ജോലി കൊടുക്കാനും ശമ്പളം കൊടുക്കാനും എല്ലാം ഉണ്ട്. ഇപ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഒന്നാം തീയതി ആകുമ്പോൾ ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല. അല്ല, നേരത്തെയൊക്കെ എത്ര രൂപയുടെ കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു? ഒരു 6 ലക്ഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ 50,000 60,000 കച്ചവടമാണ്. 10% കുറഞ്ഞ ഭയങ്കര ചോദിക്കുമ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട്. പിന്നെ ആശാരിപ്പണി കുറവാണ് എന്നാ പറയും. ഇപ്പോൾ കടകൾ പറയുന്നത് ഒരാളെന്നെ വിളിച്ച പറയാം ഉച്ച വരെ 50 രൂപയുടെ കച്ചവടമായിട്ടുള്ളതെന്ന് പറഞ്ഞു. 50 രൂപ. അവർ പറയാം ഞാൻ വീട്ടിൽ പോയിട്ട് ഉടമ്പൊളി ഉണക്കുമായിരുന്നു എന്നാണ് പറയുന്നവർ. കച്ചവടം ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പൊതുവേ ഒന്ന് ഡിമ്മാണെന്ന്. അതാ നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ ഇത് ഓട്ടോ, ഇല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം. അതാ. അപ്പോൾ കച്ചവടം വല്ലാണ്ട് കുറഞ്ഞു. അപ്പോൾ ഇനി എന്താ ഇതിനൊരു പരിഹാരം? എന്താ ചെയ്യാൻ? ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. എന്താ ചെയ്യാൻ? ഞാൻ ഓടിക്കണമുണ്ട്, ശമ്പളം വേണ്ട. ഇപ്പോൾ കിട്ടുന്ന എന്താ ചെയ്യും? ഇല്ലെങ്കിൽ ഇത് ഓടിക്കുന്ന ഒരാൾ 40,000 വേണ്ടേ ശമ്പളം? ഇത് ആൾ കിട്ടുന്നില്ല. ഒത്തിരി ആൾക്കാർ വന്ന് ട്രൈ ചെയ്താൽ ഓടില്ല. അപ്പോൾ ഞാൻ തന്നെ ഓടിക്കുക. ശരി. അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഫാമിലി, മക്കളും ഭാര്യയൊക്കെ അല്ല, മക്കൾ വന്നിട്ട് ഒരാൾ ഗൾഫിലാണ്. അതെ, ഇത് അവൻ വേണ്ടി തുടങ്ങിയതാ. ഇതായപ്പോൾ അവന് പോയി, കച്ചവടം ഇല്ലാണ്ടായപ്പോൾ അവൻ ഗൾഫിൽ പോയി. ഭാര്യയുണ്ട്. എവിടെയാണോ? നമ്മുടെ കോയിപ്പള്ളി കാരമ്പട പടിഞ്ഞാറ്. നമ്മൾ കായം കൊടുത്തായിരുന്നു. വൈഫിന്റെ പേരെന്താ? ആനന്ദകുമാരി. വൈഫും ഒരു മോനും 2 മക്കൾ. ഒരാൾ വയ്യാത്ത ആളാ. പുള്ളി നമ്മുടെ കൂടെ ഉണ്ട്, വീട്ടിലുണ്ട്. പക്ഷേ ബുദ്ധിമുട്ടാണ്. മറ്റേ മിസ്ബാൻ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിലാണ് വിടുന്നത്. എന്നിട്ട് അവൻ എല്ലാം കൊള്ളാം, പക്ഷെ നടക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട്, ബാലൻസ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇരിക്കുക. അവൻ 33 വയസ്സായി. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇദ്ദേഹം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. കച്ചവടം വല്ലാണ്ട് കുറഞ്ഞു. 6 ലക്ഷമൊക്കെ ഉണ്ടായിരുന്ന കച്ചവടം 60,000 ഒക്കെ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് മറികടന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് ഇദ്ദേഹം ഉയരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് നന്നായി വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.